ഹലോ ഗൈസ്, ബാംബു റൈസ് പായസം കഴിച്ചിട്ടുണ്ടോ? വയനാടൊക്കെ പോകുമ്പോഴേ മുളയരി പായസം എന്ന് ഒരുപാട് ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ബാണാസുര ഡാം കാണാൻ പോയപ്പം അതിനടുത്ത് കുറേ ഷോപ്പിൽ ഇത് കണ്ടു. ദൈവമേ, ഇത് മേടിച്ച് പായസം വെച്ച് കുടിക്കാനൊന്നും തോന്നത്തില്ല. വല്ല ബാങ്കിനും കൊണ്ട് പണയം വയ്ക്കാൻ തോന്നും. അത്രയ്ക്ക് വിലയാണ്. 250 ഗ്രാമിന് 160 രൂപ. എല്ലാവരും മുളയരി പായസം എന്ന് വലിയ സംഭവമായിട്ടാണ് പറയുന്നത്. ഞാൻ കരുതി എന്നാൽ വേപ്പിച്ചിട്ട് പൈസ പോയാലും വേണ്ടില്ല, ഇതൊന്ന് മേടിച്ച് നോക്കാമെന്ന് കരുതിയേ. ജീരകം പോലൊക്കെ ഇരിക്കുന്ന ഈ അരി തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വില കൊടുത്ത് മേടിച്ചിട്ട് ഇതിൻ്റെ അകത്താണ് എനിക്കൊന്ന് 40 ഗ്രാമോളം കല്ലായിരുന്നു. ഒത്തിരി കല്ലുണ്ടായിരുന്നു. ഈ കല്ലൊക്കെ ഞാൻ കുത്തിയിരുന്ന് പിറക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടു. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ബാംബു റൈസ് പായസം മിക്സ് മേടിക്കാൻ കിട്ടുമേ. അതിൻ്റെ അകത്തുണ്ടല്ലോ വെറും ഉടായിപ്പ, കുറച്ച് അരിയങ്ങാനേ കാണുകയുള്ളൂ. എന്നിട്ട് ഇവർ ഈ വില തന്നെ ഇതിനിടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെങ്ങനെ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിയായിട്ട് തന്നെ മേടിക്കണം. പായസം മിക്സ് ഒന്നും മേടിച്ചേക്കരുത്. ഇത് കണ്ടോ കല്ല്, എന്തേരം കല്ലായിരുന്നറിയാമോ? ബിസിനസ്സല്ലേ പിന്നെ എല്ലാം. അങ്ങനെ കല്ലെല്ലാം പിറക്കി കഴുകി എടുത്തു. ഞാൻ കുറേ മെനക്കെട്ടു കല്ല് പിറക്കി മാറ്റാനായിട്ട്. പകുതിയും കല്ലിട്ട് അങ്ങനെ വെയിറ്റ് കൂട്ടിയിട്ടേക്കുവാണ്. ഇത് കണ്ടോ, കല്ല്, മണ്ണ്, പൊടി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്നതെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പിന്നെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് വെള്ളത്തിലൊക്കെ കുതിർത്തിട്ടപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടോ. ഇത് കണ്ടോ, ഞാൻ ഈ അരി ഞെക്കിയും പൊട്ടിച്ചുമൊക്കെ നോക്കി. കാരണം ഇത്രയും വിലയ്ക്ക് മേടിച്ചപ്പോഴേ ഇത് അരി തന്നെയാണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട്. അങ്ങനെ നോക്കിയതാണ്. പിന്നെ ഇത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുമായിരുന്നേ. കുക്കറിൽ നികപ്പൊന്നും വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. നന്നായിട്ട് വേവിച്ചെടുക്കും. ഇതിൻ്റെ കുതിർക്കൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേകാൻ ഒരുപാട് താമസം കേട്ടോ. നന്നായിട്ട് കുതിർന്ന് കിട്ടണം ഇത്. ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് രാവിലെ വെള്ളം മാറ്റിയിട്ട് ഒന്നും കൂടി ഇട്ടാലും അത്രയും നല്ലതാണ്. പിന്നെ ശർക്കരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ശർക്കരയാണ് എടുത്തത്. ശർക്കര ചേർത്താലേ അതിൻ്റെ ആ ഒരു വൈബ്രൻ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ജീരകം, ഏലക്ക പൊടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചുക്കുപൊടിയും കൂടി ഇടുന്നുണ്ട്. ഇത് മൂന്നും വേണം, എന്നാലേ അടിപൊളിയാകത്തുള്ളൂ. പിന്നെ ഞാൻ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. 1-ാം പാലും 2-ാം പാലും, എന്ത് പാൽ വേണമെങ്കിലും നമുക്കെടുക്കാം. ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്. അങ്ങനെ ആദ്യത്തെ 1-ാം പാലെടുത്തു. പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് 2-ാം പാലും എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലുള്ള 1-ാം പാൽ എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ നമ്മൾ കുക്കറിൽ അരി വെച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇച്ചിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ടേ. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിത് ഉരുളിയിലോട്ട് മാറ്റിയിട്ട് ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ പോവാണ്. ഇത് കണ്ടോ, നന്നായിട്ട് കുറുക്കുവാണേ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചാലേ മധുരം അതിലേക്ക് പിടിക്കത്തുള്ളൂ. ഞാൻ ശർക്കരപ്പാനി എത്രയും കുറുക്കിയൊന്നും അല്ല കേട്ടോ എടുത്തത്, വെള്ളമായിട്ട് തന്നെയാണ് എടുത്തത്. എന്നിട്ടത് പിന്നെ നന്നായിട്ട് വറ്റിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഇച്ചിരിയേറെ നേരം ഇളക്കി അത് നന്നായിട്ട് വറ്റിച്ച് മധുരമൊക്കെ പിടിച്ച് പിന്നെ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് പിന്നെയും കുറുക്കി വറ്റിച്ചെടുത്തു. ഇപ്പോഴേ ഇതിൻ്റെ മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. ഇനി നമ്മുടെ ചുക്ക്, ഏലക്ക, ജീരകം പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ടാണ് പൊടിച്ചത്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചത്. എന്നിട്ട് അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ച് ഇതൊന്ന് നീട്ടിയെടുക്കണം. എന്നിട്ടിത് പിന്നെ തിളച്ച് പോകരുത്, സിമ്മിലിട്ട് ഒന്ന് പതുക്കെ കുറുക്കി എടുക്കണം. പായസം ഇരിക്കും തോറും കുറുകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പതുക്കെ കുറുക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതിപ്പം ഒത്തിരി വെള്ളം പോലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് സെറ്റായി വരുമ്പോൾ നല്ല അടിപൊളിയാവുമേ. ഞാൻ മുന്തിരി മാത്രമേ ഇടുന്നുള്ളൂ, നിങ്ങൾക്ക് കാഷ്യൂനട്ടും ഇടാം. പിന്നെ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഞാൻ ആ മുന്തിരി വറുത്ത നെയ്യും അല്ലാതെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, എന്നാലേ നെയ്യുടെ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇതിലേക്ക് 1-ാം പാലും കൂടി ഒഴിക്കുന്നുണ്ട്. 1-ാം പാലും കൂടി ഒഴിച്ചാലേ ഫൈനൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇത് കണ്ടോ, ഇതിപ്പം ഒത്തിരി വെള്ളം പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതിരുന്ന് ഒന്ന് കുറുകി കഴിയുമ്പം ഇത് കറക്റ്റ് സെറ്റാണ്. പിന്നെ ഈ ബാംബു റൈസ് പായസത്തിന് എന്തെങ്കിലും പ്രത്യേക ടേസ്റ്റ് ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് സാധാ ഒരു പായസം പോലെ തന്നെയാണ് തോന്നിയത്. എല്ലാവരും പറഞ്ഞു കേട്ടിടത്തോളം വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അറിയില്ല, ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യാസമാണല്ലോ. എന്താണെങ്കിലും നല്ലൊരു പായസം, ഒരു വെറൈറ്റി പായസം എന്നൊക്കെ പറയാം. നിങ്ങളൊക്കെ ബാംബു പായസം കഴിച്ചിട്ടുണ്ടോ? എന്താണ് തോന്നിയതെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ.
കഴിക്കാത്തവർ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യണം. കാരണം ബാംബൂ റൈസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ, നമ്മളെന്നും കുടിക്കുന്ന പായസം പോലെയല്ലല്ലോ. ചുക്കുപൊടിയുടെയൊക്കെ ടേസ്റ്റ് വന്നപ്പോഴത്തേക്ക് ബാംബൂ പായസത്തിന് ഒരു വൈബ്രൻ്റ് രുചി തന്നെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളിങ്ങനെയല്ല വെക്കുന്നതെങ്കിൽ അടുത്ത തവണ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. എന്താണെങ്കിലും ഇതിൻ്റെ അടിപൊളി രുചിയാണ്. നെയ്യുടെയും ചുക്കിൻ്റെയും ഏലക്കയുടെയും ഒക്കെ ഒരു ടേസ്റ്റ്, ഒരു വൈബ്രൻ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.